കായംകുളത്ത് റോഡരികിൽ പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന തമിഴ്നാട് സ്വദേശിനിയുടെ പണം തട്ടിയതായി പരാതി. 1800 രൂപയുടെ പഴവർഗ്ഗങ്ങൾ വാങ്ങിയ യുവാക്കൾ പണം നൽകാതെ കടന്നുകളയുകയായിരുന്നു. കായംകുളം തട്ടാരമ്പലം റോഡിൽ തീർത്ഥം പൊഴിച്ചാലും മൂടിന് സമീപം തമിഴ്നാട് പഴനി സ്വദേശികളായ ദമ്പതികൾ പഴങ്ങൾ വിൽക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെ ചുവന്ന ഒമ്നി വാനിലെത്തിയ യുവാക്കൾ പേരയ്ക്ക, മാങ്ങ, സപ്പോട്ട എന്നിവ വാങ്ങി. 1800 രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിയത്. ഇവർ വാഹനത്തിൽ തന്നെ ഇരുന്നുകൊണ്ടായിരുന്നു ഇവ വാങ്ങിയത്. ഓൺലൈനായി പണം നൽകാമെന്ന് പറഞ്ഞ യുവാക്കൾ ഷെൽവി സ്കാനറിന്റെ സ്റ്റാൻഡ് എടുക്കാൻ തിരിഞ്ഞതോടെ കടന്നു കളഞ്ഞു. കുറേ സംഭവമായി ഇതുപോലത്തെ. പണ്ട് ലോട്ടറി, കുറച്ച് നാൾക്ക് മുമ്പ് ലോട്ടറി വിറ്റ്, കണ്ണ് കാണാൻ പാടാത്ത ലോട്ടറി വിറ്റിട്ട് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയും ഒരു പുരുഷനെയും, അതായത് പാവപ്പെട്ട അത് വയസ്സായവരവർ എണീറ്റ് വയ്ക്കാൻ പോലും ശേഷിയില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പൈസ മേടിച്ച് പറ്റിച്ചുകൊണ്ടാണ് കുറച്ച് എന്താ പറയുക, അവന്മാർ പറയാൻ വാക്കുകളില്ല. അത്ര നാറികളൊക്കെയായി തെണ്ടിത്തരൊക്കെ കാണിച്ചു വയ്ക്കുന്നത്. അവർക്ക് ഇവർ തിരിച്ചൊന്നും ചെയ്യില്ല, അവർക്ക് ചോദിക്കാൻ ആരുമില്ല, അവരൊന്നും പറ്റിച്ചുകൊണ്ട് പോകും എന്നുള്ള വിചാരമുള്ള ഇവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് ഇത് വഴിയരികിൽ ആ പാവങ്ങൾ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ്, വളരെ കഷ്ടപ്പെട്ട് കുടുംബത്തിന് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയൊക്കെയാണ് അവർ ഈ കിടന്ന് ലോട്ടറി വിൽക്കാൻ, ഇതുപോലെ പച്ചക്കറിയൊക്കെ വിൽക്കാനൊക്കെ വരുന്നത്. അവരൊക്കെ പറ്റിച്ചിട്ടൊക്കെ ഈ പൈസ എടുത്തുകൊണ്ട് ഇവനെ എന്നെ തിന്നണം, ഇങ്ങനെയുള്ള തിന്നണന്മാരെയൊക്കെ പിടിച്ചിട്ട് നല്ല പൊട്ടിയിൽ കൊടുക്കണം. ഇത്ര കാശിനോട് ഇത്ര ആർത്തിയുള്ള ചെറ്റകൾ, ഫൂളിഷ്. ശരിക്കുള്ള ഇങ്ങനെയുള്ളതാണ് ശരിക്കും നിയമ നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ്. ഇത്രയും പാവങ്ങളെ ഭരിച്ചിട്ട് ദഹിച്ചൊന്നും ഇവന്മാർ ചാവില്ല. തീർച്ചയായിട്ടും പറയണം, അവരുടെയൊക്കെ കണ്ണീരിൻ്റെ പ്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ